വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്ര മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചു. കേരളം ഉന്നയിച്ച ആവശ്യത്തിനാണ് കേന്ദ്രം അംഗീകാരം നൽകിയത്. കേന്ദ്രം ഔദ്യോഗികമായി കേരളത്തെ ഇക്കാര്യം അറിയിച്ചു. ധനസഹായത്തിൽ ഉൾപ്പെടെ പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ചൂരൽമല, മുണ്ടക്കൈ തുടങ്ങിയ മേഖലകളിലുണ്ടായ ദുരന്തം, ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. പലതവണയായിട്ട് ഇത്തരത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് ഭരണ പ്രതിപക്ഷങ്ങൾ ഒരേ സമയം രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടയിലാണ് കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. L3 ദുരന്തമായി കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ കേന്ദ്ര സേന, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അധിക ധനസഹായം ഉൾപ്പെടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രധാന തീരുമാനവുമായിട്ട് കേന്ദ്രം കേരളത്തിന് കത്തെഴുതിയിട്ടുള്ളത്. കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: നിലവിൽ കേന്ദ്ര സഹായത്തോടു കൂടി വയനാട് ദുരന്ത മേഖലയിൽ കേന്ദ്ര സേനയുടെ ഉൾപ്പെടെ അധിക സഹായം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങൾ മുൻനിർത്തിയും കേരളത്തിന്റെ അധികമായിട്ടുള്ള ദുരന്ത നിവാരണ ഫണ്ടിന്റെ ആവശ്യം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ വയനാട് മേഖലയെ, അല്ലെ വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്ത പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വരും കാലങ്ങളിൽ, അതായത് 16ാം ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടെ കേരളം അടുത്ത വർഷങ്ങളിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദുരന്ത നിവാരണത്തിനുൾപ്പെടെ അധിക ഫണ്ടാണ്. ഈ ഫണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് പല ചർച്ചകളും നടന്നിട്ടുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ ഈ വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്ത പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ വന്നിട്ടുള്ള ഈ വെള്ളപ്പൊക്കം, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ പോലുള്ള ദുരന്തങ്ങളിൽ കേന്ദ്ര സഹായം അധികമായി വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ അതിതീവ്ര ദുരന്തമായിട്ട് എക്സ് ഒഫീഷ്യൽ കേസുകളായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് മുൻനിർത്തിക്കൊണ്ട് കേന്ദ്രം ഇപ്പോൾ വയനാടിനെയും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡ്, അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങൾ അതിതീവ്ര ദുരന്ത മേഖലയായിട്ട്, അതിതീവ്ര ദുരന്തമായിട്ട് L3 വിഭാഗങ്ങളിലേക്ക് പ്രഖ്യാപിക്കുന്ന സാഹചര്യം വളരെ കുറവാണ്. പക്ഷേ കേരളത്തിലെ വയനാട് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തം അത് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പരിഗണനാ വിഷയമായിട്ട് വന്നിട്ടുണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കത്ത് ഇന്ന് കേന്ദ്രം റവന്യൂ വകുപ്പിന് കൈമാറുകയായിരുന്നു. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.